ഹലോ ഗായ്സ്, അപ്പോൾ എന്തുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രെയിം മേക്കിംഗ് ആട്ടോ, ഒരു പേപ്പർ ഫ്രെയിം മേക്കിംഗ് ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ പണിയൊന്നുമില്ലടോ, വളരെ സിമ്പിളാണ്. ഇതുപോലൊരു ഷീറ്റ് എടുക്കുക, ഒരു വൈറ്റ് ഷീറ്റ് എടുക്കുക. കുറച്ച് കട്ടിയുള്ളതാവും കേട്ടോ, കുറച്ചുകൂടി നന്നായി. ഞാൻ എടുത്തിട്ടുള്ളത് ചാർട്ട് പേപ്പർ ആട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ യൂസ് ആക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പറാവും കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഫ്രെയിം ചെയ്യാൻ വേണ്ട ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ നിങ്ങൾ ഈ ഷീറ്റിൽ വെക്കുക. ഷീറ്റിൽ വെച്ചിട്ട് 4 സൈഡ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. പിന്നെ അതിൻ്റെ ചുറ്റും ഒരു 2 സെൻറ്റിമീറ്റർ വീതിയിലാട്ടോ എടുക്കേണ്ടത്. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 1.5 സെൻറ്റിമീറ്റർ എന്നാണ്. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. 2 സെൻറ്റിമീറ്ററിൽ 4 ഭാഗത്തും കൂടി വരച്ചു കൊടുക്കുക. 4 കേട്ടോ, 4 ലൈൻ വരച്ചു കൊടുക്കുക. ശേഷം ഞാൻ കാണിക്കുന്ന പോലെ 2 സൈഡ് മാത്രം ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതും 2 സെൻറ്റിമീറ്ററിൽ തന്നെ ആട്ടോ വരയ്ക്കേണ്ടത്. ഒരു കോളം വിട്ടിട്ട് ബാക്കി 3 കോളത്തിലും ഇത് ഇതുപോലെ വരച്ചു കൊടുക്കുക. മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഫോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 2 മീറ്റർ 2 മീറ്റർ തന്നെ എടുക്കുക. രണ്ട് സൈഡിലും വരക്കണം കേട്ടോ. അതുപോലെ 2 സൈഡും വരച്ചതിന് ശേഷം ആ 2 സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വരച്ചതിൻ്റെ മേലെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 സൈഡും ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗവും നമ്മൾ വരച്ച ലൈനിൻ്റെ മുകളിലൂടെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും അതൊന്ന് മടക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിക്ക് അത് ഫോൾഡായിട്ട് കിട്ടും കേട്ടോ. ആ ലാസ്റ്റത്തെ കോളം വരെ നമ്മൾ വരച്ച് ലാസ്റ്റത്തെ ആ ലൈൻ വരെ ഇതിന് മടക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഫ്രെയിം ചെയ്യാനുള്ള ഫോട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അത് മടക്കാൻ. അത് മറക്കരുത്. ആ ഫോട്ടോ വെച്ചിട്ട് വേണം അത് ഫോൾഡ് ചെയ്യാൻ. ഞാൻ ആദ്യം ചെയ്തത് ഫോട്ടോ വെക്കായിട്ടായിരുന്നു. ശേഷം ഞാൻ മറന്നിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഫോട്ടോ വെച്ചിട്ട് ചെയ്തു. ഇതുപോലെ ഓരോ സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ കോർണേഴ്സ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് ജോയിൻ ചെയ്താൽ അവിടെ നിൽക്കണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഗമ്മോ അല്ലെങ്കിൽ സെല്ലോ ടാപ്പ് യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിൽക്കാൻ ചാൻസ് കുറവാണ്. എന്നെപ്പോലെ ചാർട്ട് വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിൽക്കാൻ തീരെ ചാൻസ് ഇല്ല. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വേറൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.